നമ്മളെവിടെ പോകാൻ പോണെന്ന്? ഏ കന്നഡ വെച്ചിട്ടാ. അപ്പൊ ഇന്ന് ഞങ്ങൾ എന്തായാലും ഒരു ഔട്ടിങ്ങിന് പോകാന്ന് വിചാരിച്ചു. അപ്പൊ കുറച്ച് നാളായിട്ട് വിചാരിക്കുന്ന സ്ഥലമാണ് കോട്ടയത്ത് മാംഗോ മെഡോസിൽ. മാംഗോ മെഡോസിൽ കുട്ടികൾക്ക് എന്റർടൈൻ ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. ഇന്ത്യയിലെ നമ്പർ 1 ആയിട്ടുള്ള അഗ്രികൾച്ചർ തീം പാർക്ക് അല്ലേ. അപ്പൊ എന്തായാലും അവിടേക്ക് നമുക്ക് പോവാം. നമ്മൾ യാത്ര തുടങ്ങിയാണ്. അതെ, ഞങ്ങൾ അതിന്റെ അടുത്തുള്ള റെയിൻ ഫോറസ്റ്റ് റിസോർട്ടിൽ ഒരു ദിവസം താമസിച്ചിരുന്നു, 2 ദിവസം താമസിച്ചിരുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ ക്രിസ്മസ് അവിടെ ആയിരുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ വഴി ഇവിടെ പോകണമെന്ന് വിചാരിച്ചു, പക്ഷെ ടൈം കിട്ടിയില്ല. അപ്പൊ ഇപ്രാവശ്യം സെപ്പറേറ്റ് അതിന് വേണ്ടി മാത്രമായിട്ട് പോയിരുന്നു. അപ്പൊ ഓണത്തിന്റെ അവധിക്കാലം നമുക്ക് ഒന്ന് റിലാക്സ് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ നമുക്ക് വഴി മറ്റു കാഴ്ചകളൊക്കെ കണ്ടോണ്ട് പോവാം. ഞങ്ങൾ അങ്ങനെ യാത്ര തുടങ്ങി കേട്ടോ. ഇതാ അത്യാവശ്യം ലഗേജ് ഒക്കെ ബാക്കില് കണ്ടോ, നമ്മുടെ ബാഗുകളൊക്കെ കണ്ടോ. ചെറിയ യാത്രയാണെങ്കിൽ പോലും ബാഗുകൾ 2-3 ഉണ്ട്. ലാപ്ടോപ്പ് എടുത്തിട്ടില്ലേ? നന്ദിക്ക് കുറച്ച് വർക്ക് ചെയ്യാനുള്ളത്, വർക്ക് ഫ്രം ഹോം ആയിട്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ അതിന് ബ്രേക്ക് വരാതിരിക്കാൻ വേണ്ടി ലാപ്ടോപ്പ് ഒക്കെ എടുത്തിട്ടുണ്ട്. ഇസു ഇരിക്കുകയാണെങ്കിൽ ഞങ്ങളുടെ ആനക്കുട്ടിയൊക്കെ എടുത്തിട്ടുണ്ട്, ഇസുവിന് കംഫർട്ടായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട്. ഇസ് ഇപ്പൊ ഞങ്ങള് ഇപ്പൊ സമയം 8:20 7 മണി കഴിയുമ്പോ ഇറങ്ങണം എന്നൊക്കെ വിചാരിച്ചാണ്. പതുക്കെ ലാഗ് ചെയ്ത് സമയം പോയി. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഇനി നമ്മള് പോകുന്ന വഴിക്ക് ഏതെങ്കിലും വെജിറ്റേറിയൻ ഹോട്ടലിൽ കയറിയിട്ട് എന്തെങ്കിലും ഫുഡ് കഴിക്കാമെന്ന് വിചാരിക്കണം. വഴിയോര കാഴ്ചകളൊക്കെ കണ്ടിട്ടാണ് നമുക്ക് പോവാം. രാവിലെ എംസി റോഡില് വലിയ തിരക്കില്ല, എന്നാലും വണ്ടികളുണ്ട്. അവരങ്ങനെ സൈഡൊന്നും തരില്ല, അവരുടെ ഇഷ്ടത്തിന് ഇങ്ങനെ പോകും. അതാണ് വേറൊരു പ്രശ്നം. അപ്പൊ നമുക്ക് ചിലപ്പോ അത്യാവശ്യമായിട്ട് പോകാൻ വേണ്ടി ഇറങ്ങിയാണ് നമുക്കിങ്ങനെ ആകെ ഇരുന്ന് വണ്ടിയിൽ വട്ടായി പോകും. സന്തോഷ് ജോർജ് കുളങ്ങര ഒരു വീഡിയോ പറഞ്ഞ പോലെ റോട്ടിൽ ഇറങ്ങിയാൽ വലിയ യുദ്ധമാണ്. ഓരോ കാറില് ഓരോ തോക്കുണ്ടായിരുന്നെങ്കിൽ ഒരുപാട് കൊലപാതകം നടന്നതെന്ന് ഒരു വീഡിയോയിൽ പറയണ്ടായിരുന്നത് പോലെ. കാരണം നമുക്ക് എന്താ പറയാ, വണ്ടിയിലിരുന്ന് ആത്മരോഷം കൊള്ളാന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ലല്ലോ. ഇതൊരു കൾച്ചറാണല്ലോ, നമ്മുടെ ഒരു സംസ്കാരം എന്ന് പറയുന്നത് അങ്ങനെയല്ല. സംസ്കാരം എന്ന് പറയുന്നത് അങ്ങനെയാണ്. നമ്മള് മാന്യമായിട്ട് പെരുമാറുക, മറ്റുള്ളവർക്ക് ഉപദ്രവമില്ലാത്ത രീതിയിൽ നമ്മള് എല്ലാ കാര്യങ്ങളും ജീവിതത്തിലാണെങ്കിലും എല്ലാ കാര്യങ്ങളും ചെയ്യുക. എന്തിനു വെറുതെ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിച്ചിട്ടുന്നില്ല, നമുക്ക് ചെയ്യാൻ പറ്റുന്നതല്ല. നമ്മൾ ഒതുങ്ങി പോവാൻ, മറ്റുള്ളവർ കടന്നു പോകാൻ പറ്റുന്ന അവർ കടന്നു പോയിക്കോട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞത് വളവില് ഹോൺ അടിക്കാണ്ട് വരും. അപ്പയുടെ മടിയിൽ ഇരുന്നിട്ട് വണ്ടി ഓടിക്കാൻ പറ്റില്ല അപ്പക്ക്. അയ്യോ, ഇസു പറയണ അപ്പയുടെ മടിയിൽ ഇരിക്കണമെന്ന്. അപ്പൊ ഈ വളവില് ഞാൻ പറഞ്ഞു, വളവില് ഹോൺ അടിക്കില്ല. എന്ത് ചെയ്ത ഹോൺ അടിക്കില്ല. നമുക്കവിടെ വല്ലാത്ത നമ്മളവിടെ എന്താ പറയാ, ആ സമയത്ത് അത്രയേറെ നമുക്ക് ദേഷ്യവും സങ്കടവും ഒക്കെ വരും. അത് മാത്രല്ല, വളവില് ഹോൺ അടിക്കാതെ വരും, സൈലന്റ് ആയിട്ടാണ് കയറി വരും. അവര് റോങ് സൈഡിലായിരിക്കും കയറി വരണം. അതാണ് നമുക്ക് വിഷമം ഉണ്ടാക്കുന്നത്. നമ്മൾ ഹോൺ അടിച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. ഓരോ വളവിൽ നമ്മൾ ഹോൺ അടിച്ചിട്ടാണ് പോകുന്നത്. പക്ഷെ എതിർഭാഗത്ത് വരുന്ന ആൾക്കാർ ഹോൺ അടിക്കുകയില്ല, അവര് റോങ് സൈഡിൽ കയറി വരും. പെട്ടെന്ന് നമ്മൾ വെട്ടിച്ച് മാറ്റേണ്ട അവസ്ഥ വരും. അപ്പൊ നമുക്ക് തോന്നും നമ്മൾ എന്തിനാണ് ഇത്, ഈ ഹോൺ എന്തിനാ, ഇവരെയൊക്കെ വാഹനത്തിൽ എന്തിനാണ് തോന്നിപ്പോകുന്നത്. എന്നാല് ഇവര് അനാവശ്യമായ സ്ഥലത്ത് ഇപ്പൊ സിഗ്നലൊക്കെ കഴിഞ്ഞിട്ടൊന്ന് പോകാൻ 1 സെക്കൻഡ് താമസിച്ച് അങ്ങനെ ഹോൺ അടിച്ചുകൊണ്ടേയിരിക്കും. അവിടെ ഒരു ആവശ്യമില്ല, ഫ്രണ്ടിൽ വണ്ടി കടന്നു പോകുന്നതിനനുസരിച്ചിട്ടല്ലേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോ എന്താ വിദേശ രാജ്യങ്ങളിലൊക്കെ നമുക്കൊന്നും പറയാനില്ല, പക്ക ഡിസിപ്ലിനാണ്. അവിടെ വാഹനം ഓടിച്ചിട്ട് വന്ന ആൾക്കാരും ഇവിടെ ചെയ്യുന്നതൊക്കെ തന്നെയാണ്. ഇവിടെ വരുമ്പോ അവരുടെ രീതിയും ഒക്കെ മാറും. അതങ്ങനെ നമുക്ക് മടുത്തു പോകും. വണ്ടി ഡ്രൈവ് ചെയ്യാൻ കഴിഞ്ഞാൽ നമ്മള് എന്താ പറയാ, നമ്മുടെ സമനില തെറ്റിപ്പോകും. മാംഗോ മെഡോസില് ചെക്ക് ഇൻ ടൈം 1 മണിയാണ്. 1 മണിയും ചെക്ക് ഔട്ട് ടൈം 11 മണിയാണ്. അപ്പൊ 1 മണിക്ക് നമ്മള് അവിടെ 11:30 എവിടേക്ക് ആര് പറഞ്ഞു? 11 മണിയാണ് ചെക്ക് ഔട്ട് ടൈം. അപ്പോ 1 മണിക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാല് സമയം കുറച്ചേ ഉള്ളൂ. അപ്പൊ അവിടെ പാർക്കില് നമുക്ക് ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്, ഫ്രീ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഉണ്ട്. ഒരു 90% ഫ്രീ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ആണെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ബാക്കി ചില ആക്ടിവിറ്റീസിന് മാത്രം നമ്മൾ പേ ചെയ്യേണ്ടി വരും. അപ്പോ ഇപ്പൊ നമ്മള് കാലടി പാലത്തൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഉണ്ടോ,
കാലടിയില് ഇവിടെ വെള്ളമൊക്കെ വളരെ കുറവാന്നു. അപ്പൊ അങ്ങനെ ആക്ടിവിറ്റീസ് ഒക്കെ നമുക്ക് പോകാനായിട്ട് സമയം കുറവായിരിക്കും. 1 മണിക്ക് നമ്മളവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ വൈകിട്ട് 9 മണി വരെ നമുക്കത് പാർക്ക് ഉപയോഗിക്കാം. നാളെ ചെക്കൗട്ട് ടൈം കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള കുറച്ച് മണിക്കൂർ കൂടി അവിടെ ഉപയോഗിക്കാൻ തോന്നണം. പിന്നെ അവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് ആണ്. ഒരുപാട് റൂമുകളും സൗകര്യങ്ങളൊക്കെ ഉണ്ട്. നേരത്തെ സ്ലോട്ട് ബുക്ക് ചെയ്താൽ മാത്രമേ കിട്ടുള്ളൂ. ഇപ്പൊ ഈ വെക്കേഷൻ ടൈമൊക്കെ ആയതുകൊണ്ട് രക്ഷയില്ല. അപ്പൊ എന്തായാലും അവിടെ ചെന്നിട്ടുള്ള കാഴ്ചകളൊക്കെ നമുക്ക് വിശദമായിട്ട് പറയാം. ഒരു ശരവണ ഭവൻ കണ്ടിട്ട് പെട്ടെന്ന് ഇവിടെ കയറ്റി ഒതുക്കി. പാർക്കിംഗ് കൊണ്ട് സൗകര്യമില്ലായിരുന്നു. നമ്മൾ കയറി ലക്കിന് കയറ്റി നിർത്തിയിട്ടുണ്ട്. നമുക്കൊന്ന് ഭക്ഷണം കഴിക്കാറ് എങ്ങനെ നോക്കാം. ശരവണ ഭവൻ നമുക്ക് നോക്കാം എങ്ങനെ ഫുഡ്. ഇവിടെ അകത്തേക്ക് ഇരിക്കുക. അകത്ത് വലിയ തിരക്കൊന്നുമില്ല. നോക്കാം നമുക്ക് എങ്ങനെയാന്ന്. അകത്താകുമ്പോൾ നമുക്ക് കുറച്ച് സൗകര്യമായിട്ട് ഫ്രീ ആയിട്ട് ഇരിക്കാവുന്നതായിരിക്കണം. പുറത്താണ് കുറച്ച് തിരക്കുകളൊക്കെ കാണുന്നത്. നോക്കാം എന്തായാലും. ഇപ്പൊ ഞങ്ങൾ ഇവിടുത്തെ ഒരു AC ഹാളിലേക്ക് കയറി. അപ്പൊ ഇവിടെ തിരക്കൊന്നുമില്ല കേട്ടോ. വിശാലമായുള്ള സ്ഥലമാണ്. എന്താ ഐസൊക്കെ ഇരിക്കുന്നതൊക്കെ ഹാപ്പി ആയിട്ട്. അപ്പൊ ഇവിടെ ഒട്ടും തിരക്കില്ല കേട്ടോ. ഇതിനകത്തേക്ക് കയറിയപ്പോ തിരക്കില്ല. നന്ദ പറഞ്ഞത് കയറണമെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞ അകത്തേക്ക് ഇരിക്കും. അപ്പൊ പറഞ്ഞത് കുറച്ച് പ്രൈവസി കിട്ടും എന്നൊക്കെ പറഞ്ഞു. അപ്പൊ കണ്ടോ ഇത് വിശാലമായ സൗകര്യങ്ങളുണ്ട് ഇവിടെ. കണ്ട ഞങ്ങള് മസാല ദോശ പറഞ്ഞു. ഇഷുവിന് ഒരു പ്ലെയിൻ റോസ്റ്റും പറഞ്ഞു. അപ്പൊ ഞങ്ങള് മസാല ദോശയൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്യട്ടെ. അപ്പൊ ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. അപ്പൊ ഞങ്ങള് നല്ല മസാല ദോശ ആയിരുന്നു ഇന്ന് കഴിച്ചിട്ട്. ഇതുപോലെ മസാല ദോശ അടുത്തൊന്നും നമ്മൾ കഴിച്ചിട്ടില്ലെന്നോ അല്ലേ? അതുപോലെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ ഏത് കടയിൽ നിന്ന് ഏത് ഹോട്ടലിൽ നിന്ന് എന്ത് വാങ്ങിച്ചാലും കടകളിൽ നിന്നാണെങ്കിൽ തന്നെ നമ്മൾ ബില്ല് ചെക്ക് ചെയ്യണം. ഞങ്ങൾക്ക് പല അനുഭവങ്ങളായി. നമ്മൾ ബില്ല് ചെക്ക് ചെയ്തപ്പോ മിസ്റ്റേക്ക് ഉണ്ട്. അതായത് പൈസ കൂടുതലാണ് ചാർജ് ചെയ്തേക്കുന്നത്. നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെ പൈസ പോകും. അപ്പൊ നമ്മൾ എവിടെയും നമ്മളതിനകത്ത് മോശം വിചാരിക്കുക, സ്റ്റൈലൊന്നും കാണിച്ചിട്ട് കാര്യമില്ല. കയ്യിൽ നിന്ന് പൈസ പോകും. അപ്പൊ ഞങ്ങൾ ഇവിടെ ലാസ്റ്റ് ബില്ല് ചെക്ക് ചെയ്തപ്പോഴും ഞങ്ങള് 2 മസാല ദോശ കഴിച്ചു. ഇവൾക്ക് ഇസുവിന് ഒരു പ്ലെയിൻ റോസ്റ്റും വാങ്ങിച്ചു. പ്ലെയിൻ റോസ്റ്റിന്റെ ഒപ്പം ഒരു വട വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് 2 പേർക്കും വട ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടില്ലായിരുന്നു. അവസാനം ബില്ല് വന്നപ്പോ 3 വടയുടെ ചാർജ് ചെയ്തു. അപ്പൊ 40 രൂപ എക്സ്ട്രാ വന്നിട്ടുണ്ട്. മനസ്സിലായോ? അത് നമ്മൾ ബില്ല് നോക്കാതെ കൊടുക്കുകയാണെങ്കിൽ അത് ആ 40 രൂപ പോകും. അപ്പൊ ഇതേ രൂപത്തിൽ തന്നെ പല അത് പറഞ്ഞപ്പോ അവര് വീണ്ടും 1 വടയുടെ മൈനസ് ചെയ്തു. വീണ്ടും അവരോട് പറഞ്ഞ് ക്ലിയർ ചെയ്ത്. കാരണം നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഫുഡ് കഴിക്കാനിരുന്നപ്പോ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് നമ്മുടെ തെളിവ് കൂടി ഉണ്ട് കേട്ടോ. അപ്പൊ ഇതൊക്കെ അങ്ങനെ ഒരു ഗുണം കൂടിയാണ്. നമ്മള് കടയിൽ കയറി ഭക്ഷണം കഴിക്കാൻ ഇരിക്കുമ്പോ വീഡിയോ എടുത്തത് നമുക്ക് വീഡിയോ ചെയ്യാൻ വേണ്ടി എടുത്തതാണ്. അതൊരു തെളിവ് കൂടിയാണല്ലോ. ആവശ്യപ്പെട്ടാൽ അതൊന്നും കാണിക്കേണ്ടി വന്നില്ല. ഞാൻ പറഞ്ഞത് എപ്പോഴും നമ്മൾ ഷോപ്പിൽ കയറി, എന്ത് ഷോപ്പിൽ കയറി നമുക്ക് പർച്ചേസ് ചെയ്താലും ബില്ല് തന്നുകഴിയുമ്പോ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. ഇതിപ്പോ ഞങ്ങളുടെ ഒരു 3-4 അനുഭവങ്ങളായി ഇതുപോലെ മിസ്റ്റേക്ക് ഉണ്ടാവും. ഞങ്ങൾ കടയിൽ കയറിക്കുമ്പോ അത് മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ചില കടയിലൊക്കെ 150 രൂപയൊക്കെ എക്സസ് വന്നിട്ടുണ്ട്. മിസ്റ്റേക്ക് വന്ന് കൂട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മള് ബില്ല് നോക്കാതെ വന്നു കഴിയുമ്പോ ബില്ല് അപ്പൊ തന്നെ GPay ചെയ്യുക അല്ലെങ്കിൽ അതുപോലെ കാര്യങ്ങൾ ചെയ്തു പോയാൽ ബില്ല് നമ്മള് കൊണ്ടുവരുന്നില്ലല്ലോ. അപ്പൊ ഇതുപോലെ പൈസ പോകും. അപ്പൊ ഇതൊരു പാഠമായിരിക്കട്ടെ. നിങ്ങൾ എല്ലാവരും ഇത് ശ്രദ്ധിക്കുക. അതെ, ഒന്ന് ക്രോസ് ചെക്ക് ചെയ്തേക്കാം. അതെ, നമ്മളിപ്പോ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ ബില്ല് ചെക്ക് നമ്മളെപ്പോഴും ചെക്ക് ചെയ്യും. എപ്പോഴും നമ്മുടെ ഭാഗത്ത് നമ്മൾ ശരിയായിരിക്കും. എപ്പോഴും നമ്മൾ കറക്റ്റ് ആയിരിക്കുക. എപ്പോഴും പറയാറില്ലേ, ഒരു സിനിമയില് ശ്രീനിവാസൻ പറഞ്ഞ ഡയലോഗ് എനിക്ക് ഓർമ്മയുണ്ട്. നമ്മൾ അനുവദിച്ചാലല്ലാതെ മറ്റൊരാൾക്ക് നമ്മളെ പറ്റിക്കാൻ പറ്റില്ലെന്ന്. അത് വളരെ ശരിയാണ്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കുക. അപ്പൊ ഇത് അതെ, മനഃപൂർവ്വം ആയിരിക്കില്ല. ചിലപ്പോൾ മിസ്റ്റേക്ക് ആയിരിക്കാം. അവരുടെ ശ്രദ്ധക്കുറവുകൊണ്ട് സംഭവിക്കുന്നതായിരിക്കും. എങ്ങനെ വന്നാലും നമ്മളാണ് പൈസ കൊടുക്കേണ്ടത്. നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോവുകയും ചെയ്ത് നമ്മുടെ കയ്യിൽ നിന്നാണ്. അപ്പൊ അത് ശ്രദ്ധിക്കുക. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണത്. അപ്പൊ നമുക്കിനി വീണ്ടും യാത്ര തുടങ്ങാം. അപ്പൊ അത്യാവശ്യം എനർജി ഒക്കെ ആയി. ഇപ്പൊ സമയം 9:30 ഫുഡ് കഴിച്ച് ഓക്കെ, നമുക്ക് യാത്ര തുടങ്ങാം. ഞങ്ങളിവിടെ കയറി കരിക്കൊക്കെ കഴിച്ചു. കുറച്ച് കരിക്ക് പാഴ്സൽ വാങ്ങിച്ചു. ഒരു കരിക്ക കഴിച്ചപ്പോ നല്ല ഉഷാറായത്. ഇസു നല്ല കരിക്ക് പിടിച്ച് കഴിക്കണമെങ്കിൽ ഇസു ഉറങ്ങായിരുന്നു കേട്ടോ. ഇപ്പൊ ഒന്ന് കരിക്കൊക്കെ പൊട്ടിച്ച് എടുത്ത് കഴിഞ്ഞപ്പോ എഴുന്നേറ്റു. ഇസു എൻജോയ് ചെയ്യാൻ കരിക്കല്ലേ? നല്ല ഫ്രഷ് കരിക്കായിരുന്നു കേട്ടോ. നല്ല മധുരം ഉണ്ടായ വെള്ളത്തിന്. കൊള്ളാം.
ഒന്ന് ഫ്രഷായി കഴിക്കി വെച്ചപ്പോ. ചേച്ചി രാവിലെ ഒന്നും കഴിച്ചിട്ടില്ലേ ദോശ? പ്രൈവറ്റ് ബസ്സൊക്കെ ചീറിപ്പാഞ്ഞ് പൊടിയും പറപ്പിച്ചു പറഞ്ഞ ഈ റോഡ് ഈ റോഡ് നല്ല മോശം കേട്ടോ. നല്ല പൊട്ടിപ്പൊളിഞ്ഞ് തകർന്നു നിൽക്കുന്ന റോഡാണ്. ടാർ ചെയ്തിട്ടില്ല. അത് ടാർ ചെയ്യാൻ വേണ്ടിട്ട് കിടന്നാന്ന് തോന്നുന്നു കേട്ടോ. ഇവിടെ കംപ്ലീറ്റ് പൈനാപ്പിൾ തോട്ടങ്ങളാണ് കേട്ടോ. കണ്ടോ? അപ്പൊ നമ്മളൊരു നല്ല റോഡിലേക്ക് ഇടും. ഇപ്പഴത്തേക്ക് റബ്ബറും ഉണ്ട്, താഴെ നല്ല പൈനാപ്പിൾ തോട്ടമാണ്. അങ്ങനെ നമ്മൾ റബ്ബർ തോട്ടത്തിന്റെ നല്ല തണലിലൂടെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോ ഏതാണ്ട് 2 കിലോമീറ്റർ ദൂരമാണ് നമ്മുടെ മാപ്പിൽ കാണിക്കുന്നത്. എന്തായാലും നോക്കാം. അത് മേലെ മേലെ മാനം മാനം നീലെ മഞ്ഞിൻ കൂടാരം അതിലാരോ ആരാരോ നിറദീപം ചാർത്തുന്നു. 93.5. ഇപ്പൊ സമയം 11:45 കഴിഞ്ഞ് 45 മിനിറ്റ്. റെഡ് എഫ് എമ്മിലെ പാട്ടാണ് ഇപ്പൊ കേട്ടത് അല്ലെ. 900 മീറ്റേഴ്സ് ഉണ്ട് കേട്ടോ. നമ്മുടെ ഇവിടെ മാംഗോ മെഡോസ് എത്തി. നമ്മള് ടേൺ ചെയ്ത് ഇവിടുന്ന് റൈറ്റിലേക്ക് ടേൺ ചെയ്തോണ്ടിരിക്കുകയാണ്. കംപ്ലീറ്റ് നല്ല ഗ്രാമപ്രദേശം പോലുള്ള ഏരിയ ഉണ്ട് കേട്ടോ അവിടെ. അതെ, ഗ്രാമപ്രദേശം തന്നെയാണ്. കണ്ടപ്പോ ഒരുപാട് വാഴ അല്ല ചേമ്പിലേക്ക് കണ്ട ഇവിടെയൊക്കെ നല്ല പാടശേഖരമാണ് നോട്ട് കാണുമ്പോ. ഈ സൈഡിൽ ഒരു തരം ചെടി കണ്ടോ, നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന ഒരു കുളവാഴ പോലത്തെ ഒരു ചെടി. ചെറിയ തോടുണ്ട്, വെള്ളം ഒക്കെ ഉണ്ട്, താറാവൊക്കെ ഉണ്ട്. ഇഷ്ടംപോലെ താറാവ് കൂട്ടമൊക്കെ ഉണ്ട് ഇവിടെ. കണ്ട വെച്ച് കണ്ട താറാവുകൾ രണ്ടെണ്ണം വാങ്ങിച്ചോണ്ട് പോയാലോ. ഇവിടെ ചെറിയ ബോർഡും കൂടി വീണ്ടും കണ്ടു. നമ്മൾ അതേ വണ്ടിയൊക്കെ പാർക്കിംഗ് ഏരിയ കണ്ടിട്ട് ഇവിടെ സ്ഥലമായി നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തി. ഒരുപാട് പറമ്പുകളിലേക്കാണ് വണ്ടി പാർക്ക് ചെയ്തേക്കണത്. പ്രധാനമന്ത്രി ഗ്രാമീണ സഡക് യോജന പദ്ധതി. മാംഗോ മെഡോസ് പോട്ടെ, അതെ അവിടെയാണ്. അവിടെ പാർക്ക് ചെയ്യാൻ പറ്റില്ലേ? അതുകൊണ്ടാണോ ഇങ്ങനെ പാർക്ക് ചെയ്യാൻ പറ്റൂടെ? നമ്മൾ താമസിക്കാവുന്നതല്ലേ. ഓക്കെ ഓക്കെ ഓക്കെ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് കണ്ടിട്ട് പോവാൻ പറ്റുന്ന ആൾക്കാരായിരിക്കും. ടേൺ റൈറ്റ് അല്ലേ? മാപ്പ് നോക്കൂ. 120 മീറ്റർ. ഇതന്നെ കവാടം. ഇതാ നമ്മുടെ സ്ഥലത്തിട്ട് ഒരു മനോഹരമായിട്ടുള്ള ഒരു ആർച്ച് ഷേപ്പില് നല്ല ചെടികളൊക്കെ പിടിപ്പിച്ചിട്ടുള്ള ഒരു ഏരിയ ഉണ്ടോ? അവിടെ സെക്യൂരിറ്റി ഒക്കെ ഉണ്ട്. സ്ട്രേറ്റ് ആണ് ചോദിച്ചേ. സെക്യൂരിറ്റി ചേട്ടന് ചോദിക്കാം. സ്റ്റേ ആണ്. പോവാ. അപ്പൊ നമ്മളോട് സ്റ്റേ ആണെന്ന് പറഞ്ഞപ്പോ നമുക്കിവിടെ പ്രത്യേകം വേറെ ഏരിയ ഒരുക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇവിടെ വേണ്ടി നമുക്ക് വേണ്ടി വണ്ടിയുടെ ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട്, അതാണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പൊ നമുക്കിവിടെ വണ്ടി ഒന്ന് ഒതുക്കിയിട്ടിട്ട് വരാം. ഒരുപാട് വണ്ടികൾ അതിനെത്തി. നമുക്ക് ഓഫീസിലേക്ക് പോയിട്ട് റിപ്പോർട്ട് ചെയ്യാം. കണ്ടോ ബിൽഡിംഗ് ഉണ്ടോ? നല്ല വിശാലമായ സ്ഥല സൗകര്യം ഉണ്ടോ, പാർക്കിംഗ് സൗകര്യം ഉണ്ട്. മാംഗോ മെഡോസിന്റെ ഫ്രണ്ടിൽ തന്നെ മനോഹരമായ സാധനങ്ങൾ. ഒന്ന് പിടിച്ചത് വേണ്ട. മാംഗോ മെഡോസ് അഗ്രികൾച്ചർ തീം പാർക്ക് ഉണ്ടോ? ഇതിന്റെ ചെന്തെങ്ങും അതുപോലെ തെങ്ങിന്റെ ഒക്കെ നല്ല സിമെന്റ് വർക്ക് ചെയ്ത് മനോഹരമായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയായിട്ടുണ്ട് ഇതിന്റെ ഓഫീസിന്റെ ഫ്രണ്ട് കണ്ടോ, മാംഗോ മെഡോസ്. അതാ ഡോർ തുറന്നു. അകത്തേക്ക് കിടന്നുണ്ട്. വിശാലമായിട്ടുള്ള ലോഞ്ചൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് ഇരുന്ന് വിസ്തരിച്ചിരിക്കാൻ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഒന്ന് റിപ്പോർട്ട് ചെയ്ത് ഡീറ്റെയിൽസ് ഒക്കെ എടുത്ത് നമ്മുടെ റൂം എവിടെയാണ് കാര്യങ്ങളൊക്കെ ചോദിക്കാം. ഇവിടെ നല്ല ഫോട്ടോസൊക്കെ കണ്ട കാളപ്പൂരിൻ്റെ ഇമേജൊക്കെ വെച്ചിട്ടുണ്ട്. ഓഫീസൊക്കെ നല്ല അടിപൊളി സെറ്റപ്പാണ് കേട്ടോ. നല്ല നല്ല ആംബിയൻസ് ആണ് കേട്ടോ ഇവിടെ.
ഇവിടുത്തെ ഒരു പ്രോഗ്രാം കോർഡിനേറ്റർ വന്നിട്ട് ഇപ്പോൾ തന്നെ നമുക്ക് ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തരും. എങ്ങനെയാണ് ഇവിടുത്തെ പ്രോഗ്രാംസ്, നമ്മൾ എന്തൊക്കെയാണ് ചെയ്യണം, എങ്ങനെയൊക്കെ നമ്മുടെ അടുത്ത ദിവസങ്ങളൊക്കെ പ്രോഗ്രാംസ് വന്നിരിക്കുന്നത്, ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നതൊക്കെ പറഞ്ഞു തരും. ഓക്കെ. നമ്മുടെ കൂടെ വന്നിട്ട് പ്രോപ്പർട്ടി ഫുൾ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു സെക്ഷനാണ്. 45 മിനിറ്റ്സ് കംപ്ലീറ്റ് ആവാം. നമുക്ക് നടന്നിട്ടാണ് നോർമലി ഗൈഡിങ് പോകുന്നത്. ഉണ്ടെങ്കിൽ നമ്മൾ റിക്ഷ ചൂസ് ചെയ്യും. അപ്പൊ നമുക്ക് വേണ്ട ഗൈഡ് ലൈൻസ് ഒക്കെ ഇവരുടെ സ്റ്റാഫ് നമുക്ക് തന്നു. അപ്പൊ നമ്മൾ ഇനി റൂമിലേക്ക് പോകാൻ പോവുകയാണ്. അപ്പൊ റൂം റെഡി ആയിട്ടെന്ന് പറഞ്ഞു. അപ്പൊ റൂമിലേക്ക് പോയിട്ട് നമുക്ക് ഫുഡിന്റെ സ്ലോട്ട് 12:30 മണിക്ക് നമുക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് റൂമിലേക്ക് പോയ ശേഷം ജസ്റ്റ് ഫുഡ് കഴിച്ചിട്ട് ബാക്കി ആക്ടിവിറ്റീസിലേക്കൊക്കെ നമുക്ക് പോവാം. നമ്മളെ റൂമിലേക്ക് കൊണ്ടുപോകാനായിട്ട് ക്ഷണിക്കാം. അപ്പൊ നമുക്ക് റൂമിലേക്ക് പോവാം. ഇവിടെ ഇങ്ങനെ ഈ കാർട്ടുകൾ ഉണ്ട് കേട്ടോ നമുക്ക് പോകാനായിട്ട്. അപ്പൊ നമ്മളിങ്ങനെ ഈ കാർട്ടിലാണ് ഇപ്പൊ പോകുന്നത് റൂമിലേക്ക്. നമ്മുടെ ഈ കാർട്ടിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക റൂമിലേക്ക്. ഇവിടുന്ന് റൂമിലേക്ക് അധികം ദൂരം ഉണ്ടോ? റൂമിലേക്ക് ഒരു 100 മീറ്റർ. 100 മീറ്റർ. ഓക്കെ. അങ്ങനെ നമ്മൾ കാട്ടിലൂടെ അകത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് ദൂരം അകത്തേക്ക് പോകാനുണ്ട് കേട്ടോ നമ്മുടെ റൂമിലേക്ക് പോകാനായിട്ട്. അവിടെ റൂമിൽ ചെന്ന് നമ്മുടെ ലഗേജൊക്കെ ഇറക്കി വെച്ചിട്ട് വേണം നമുക്ക് പാർക്കിലേക്ക് വരാനായിട്ട്. അതുകൊണ്ട് ചുറ്റും നല്ല ഭംഗിയായിട്ടുള്ള സെറ്റപ്പാണ്. പാർക്കിന് നടുക്കൂടിയാണ് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് റൂമിലേക്ക്. അങ്ങനെ ഇവിടെ എത്തി കണ്ട ഇവിടെ ഒരു 12D സിനിമ ഒക്കെ ഉണ്ട്. ഫുൾ സെറ്റപ്പാണ്. ഒരുപാട് ആളുകൾ കണ്ടോ, വിസിറ്റേഴ്സ് ഉണ്ട് ഇതിനകത്ത്, പാർക്കിനകത്ത് കണ്ടോ. നല്ല ഭംഗിയായിട്ട് എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് റൂമിലേക്കാണ് പോകുന്നത്. നമ്മുടെ റൂം ഏതാണ് നോക്കാം. യെസ്, ഇതാണ് നമ്മുടെ റൂം. അപ്പൊ നമുക്ക് അതിന്റെ റൂമിലേക്ക് കയറാം. അടിപൊളി സെറ്റപ്പാണ്. ഇത് 2 നില ബിൽഡിംഗ് ആണ്. ഇത് മുകളിൽ വേറെ കോട്ടേജ് പോലെയുള്ള റൂമാണ് കേട്ടോ. നമ്മൾ താഴെയാണ്. ഇതാ നമ്മൾ റൂമിലേക്ക് കയറി. കൊള്ളാം. തന്നെ നല്ല ഭംഗിയായിട്ടുണ്ട്. എങ്ങനെ പേരെങ്ങനെ? ജയകൃഷ്ണ. ഓക്കെ. ഇതാണ് നമ്മുടെ ബെഡ്റൂം സൗകര്യങ്ങളൊക്കെ കേട്ടോ. ഇവിടെ ടോയ്ലറ്റ് കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ ഞങ്ങളങ്ങനെ റൂമിലെത്തി. നമ്മുടെ റൂം കുഴപ്പമില്ല, ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട്. അതെ അതെ, ഹോസ്പിറ്റാലിറ്റി ഒക്കെ നല്ലതാണ്. നല്ല ട്രീറ്റ് ഒക്കെ ഉണ്ട്, കുഴപ്പമില്ല. നമുക്ക് ഇങ്ങനെ ഇരിക്കാനുള്ള ഏരിയ ഒക്കെ ഉണ്ട്. സെറ്റിയും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യാൻ റൂം സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം ഒരു മിനി ഫ്രിഡ്ജ് ഉണ്ട്. അതിൽ കുറെ ഐറ്റംസ് ഒക്കെ കീപ്പ് ചെയ്തിട്ടുണ്ട്. ചോക്ലേറ്റും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കെറ്റിലുണ്ട്, ഗ്ലാസ് ഉണ്ട്, ബോട്ടിൽ വാട്ടർ ഉണ്ട്. ഇതൊരു നാച്ചോ ചിപ്സ് ഉണ്ട്. റൂം നല്ല ഇതായിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. നമുക്ക് നല്ല സൗകര്യങ്ങൾ തന്നെയാണ്. നമ്മളിവിടെ റെസ്റ്റോറന്റിലേക്ക് വരുന്നത്. ഇപ്പൊ ഫുഡ് കഴിക്കാനായിട്ട് റെസ്റ്റോറന്റ്. ഇവിടെ 2 തരത്തിലുള്ള റെസ്റ്റോറന്റ് ഉണ്ട്. ഒന്ന് അരയാലുണ്ട്, ഒന്ന് പേരാലുണ്ട്. നമുക്കിന്ന് പറഞ്ഞിട്ടുള്ള റെസ്റ്റോറന്റ് പേരാലാണെന്ന് തോന്നുന്നു. ഇപ്പം നമ്മൾ റെസ്റ്റോറൻറ്റിലേക്ക് ഇതാ സ്റ്റെപ്പ് കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. സൈഡിൽ ചെറിയൊരു ഫൗണ്ടൻ പോലെയല്ല, നല്ലൊരു വെള്ളച്ചാട്ടത്തിൻ്റെ പോലൊരു സാധനം ചെയ്തിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. കൊള്ളാട്ടോ, നല്ല ഭംഗിയായിട്ടുണ്ട്. നമ്മൾ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് കയറി ചെല്ലുമ്പോൾ കണ്ട് നമ്മുടെ റെസ്റ്റോറൻറ്റ്. ഇവിടെ എല്ലാം പേരുകളെല്ലാം വളരെ പ്രകൃതിയോട് ഇണങ്ങിയിട്ടുള്ള ഇതുപോലുള്ള പേരുകളൊക്കെ എന്നോട് കൊടുത്തിട്ടുണ്ട്. അരയാൽ, പേരാൽ. 2 റെസ്റ്റോറൻ്റ് ഉണ്ട്. 2 റെസ്റ്റോറൻറ്റിൽ നമുക്ക് ഇന്ന് പറഞ്ഞിരിക്കുന്ന റെസ്റ്റോറൻറ്റ് പേരാൽ റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. അപ്പോൾ പേരാൽ റെസ്റ്റോറൻറ്റ് എന്നുള്ള വ്യൂ ഉണ്ടോ, പുറത്തേക്കുള്ള വ്യൂ ഉണ്ടോ, നല്ല ഭംഗിയായിരുന്നു കേട്ടോ. നമുക്ക് എന്തായാലും അകത്തേക്ക് കയറാം. ഇതാ പേരാൽ റെസ്റ്റോറൻറ്റ്. നമ്മളുടെ ഫുഡ് പറഞ്ഞൊരു വെജ് മീൽസും പറഞ്ഞൊരു ഫിഷ് കറി മീൽസും പറഞ്ഞിട്ടുണ്ട്. ഫുഡ് വന്നിട്ട് നമുക്ക് കഴിച്ച് അടുത്ത ആക്ടിവിറ്റീസിലേക്ക് പോകാം. നമ്മുടെ ഫുഡ് വന്നിട്ടുണ്ട് കേട്ടോ. മതി മതി. നമ്മൾ തന്നെ ഫുഡൊക്കെ കഴിച്ചു. ഇനി നമ്മൾ അടുത്ത ആക്ടിവിറ്റീസിലേക്ക് പോകാം. റൂമിൽ പോയിട്ട് വേണോ പോകാനായിട്ട്? അപ്പൊ നമുക്ക് ഇനി പാർക്കൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി കണ്ട് ഇവിടുത്തെ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് കണ്ട് എൻജോയ് ചെയ്ത് വരാം.
റെസ്റ്റോറന്റിന്റെ മുകളിൽ നിന്നുള്ള ഒരു വ്യൂ ഉണ്ട് താഴേക്ക് കണ്ട. നല്ല കാറ്റൊക്കെ ഉണ്ട്, ഇഷ്ടംപോലെ മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നല്ല കാറ്റുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തെങ്ങും തേങ്ങയ്ക്കുള്ള സ്റ്റാച്ചു പോലെ സിമെന്റ് വർക്ക് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ. ഇത് റെസ്റ്റോറന്റ് ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കാണിച്ചിട്ടുള്ള ഒരു ബോർഡ് ഇവിടെ ഉണ്ട് കേട്ടോ. ഈ ബോർഡ് വളരെ വിശദമായിട്ട് ഓരോ റെസ്റ്റോറന്റിനെ പറ്റിയും കൊടുത്തിട്ടുണ്ട്. വില്യം റോക്സ്ബർഗ് റോഡ് ഇന്ത്യൻ സസ്യശാസ്ത്രത്തിന്റെ പിതാവാണെന്ന് തോന്നുന്നു കേട്ടോ അദ്ദേഹത്തിന്റെ പേരാണ് ഈ റോഡിന് നാമകരണം ചെയ്തിട്ടുള്ളത് ഇവിടെ. അതിനുള്ള കുട്ടികളെ പാർക്കിലേക്ക് ഒന്ന് എന്ത് ചെയ്ത് വരാം. പാർക്ക് 13 വയസ്സിൽ താഴെ കുട്ടികൾക്ക് മാത്രമാണ് ഇവിടുത്തെ എൻട്രി ഉള്ളൂ. ഒന്ന് കയറി നോക്കാം. പോരെ പോരട്ടെ. കൈവിട്ടോ, വിട്ടോ, കൈവിട്ടോ, വിട്. ഫസ്റ്റ് ടൈം ഇങ്ങനെ പോകുന്നു, അതുകൊണ്ടാണ് ഇപ്പൊ ഒരു പേടി തോന്നുന്നു. കൈവിട്ടോ. കേറിക്കോട്ടാ. ഇവിടെ ഇതിലിരുന്നോ. പതുക്കെ ഇരുന്നോ, പിടിച്ചിട്ട് ഇരുന്നോ കേട്ടോ. അങ്ങനെ ഇരുന്നോ. പോര് പതുക്കെ കൈവിട്ട് പോരാ. ആദ്യമായിട്ടാണ് ഇങ്ങനെ സാധനത്തിൽ കയറണത്. അതൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു പേടിയില്ലാതെ അവള് മുകളിലേക്ക് കയറിയേ ഇതിവിടെ ഊർന്നിറങ്ങി വരണ്ട. ഒരു പേടിയില്ലായിരുന്നു കേട്ടോ. അടിപൊളി ഗുഡ് മിടുക്കിട്ടാ. എല്ലാത്തിലും കയറിയിട്ട് എൻജോയ് ചെയ്തിട്ടോ. നന്നായിട്ട് കുട്ടികൾ എൻജോയ് ചെയ്യാൻ പറ്റുന്ന എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ടെന്നുള്ളതാണ്. ഒരു രക്ഷയില്ല. അതിവിടെ നമുക്ക് ഷൂട്ടിങ് സോണാണ് കേട്ടോ. നമുക്കിത് ഷൂട്ട് ചെയ്യാം. ഇവിടെ ഓരോരുത്തർക്ക് ഒരു 3 പ്രാവശ്യം ഷൂട്ട് ചെയ്യാൻ നല്ല ഫെസിലിറ്റിയാണ് തരുന്നത്. ഞങ്ങളുടെ അതിൽ അമ്പെയ്ത്തുണ്ട്. അത് ഞങ്ങൾ ട്രൈ ചെയ്തു. കൊള്ളാം. മിസ്സും അതിനെ കൊണ്ട് ചെയ്യിപ്പിച്ചുകൊണ്ട് അവളും അമ്പ് ചെയ്യാൻ പോകണ്ട. അടിപൊളി സെറ്റപ്പ് കണ്ടാ. ഇത് നമ്മൾ റൂമിലേക്ക് എത്തി ഒന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് വീണ്ടും നമ്മൾ ഗൈഡഡ് ടൂറിലേക്ക് പോകും. നമ്മളിപ്പോൾ ഒരു ഗൈഡഡ് ടൂറിലാണ്. ഇപ്പോൾ ഇവരുടെ ഒരു പാക്കേജിൽ പെട്ടതാണ് ഗൈഡഡ് ടൂർ. നമ്മുടെ ഗൈഡാണെന്ന് പറഞ്ഞ പേര് പറഞ്ഞ് രേഖ എന്നാണ് പേര് കേട്ടോ. അപ്പൊ ഇവിടുന്ന് നമ്മൾ തുടങ്ങുന്ന മീനൂട്ട് പാലം, ഫിഷ് ഫീഡിംഗ് ബ്രിഡ്ജ്. ഇവിടുന്നാണ് നമ്മൾ ഗൈഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിടിച്ചു പറഞ്ഞു. ഭാരതീയ ആചാരങ്ങളും വിശ്വാസങ്ങളും പ്രകാരം മീനൂട്ടം എന്നുള്ള ഒരു പുണ്യപ്രവൃത്തിയായിട്ടാണ് കരുതുന്നത്. മഹാവിഷ്ണുവിന്റെ 10 അവതാരങ്ങളിൽ ഒന്നാണ് മത്സ്യം. അതുകൊണ്ട് തന്നെ നമ്മൾ മീനൂട്ടുന്നതിലൂടെ നമ്മൾ ചെയ്ത പാപങ്ങളുടെ കാഠിന്യമൊക്കെ കുറയുന്നു പറയുന്നത്. ഒരേടെ നടന്നത് നമ്മുടെ കൈ പിടിച്ചു. അപ്പൊ നമ്മൾ മീനൂട്ടിലേക്കാണ് പോകുന്നത്. നമ്മുടെ ഗൈഡഡ് ടൂറിൽ ആദ്യം തുടങ്ങുന്നത് ഇവിടുന്നാണ്. ഇത് 1 രൂപ കോയിൻ പഞ്ച് ചെയ്ത് വെളുത്തതുണ്ട്. നമ്മള് കൂടുതലായിട്ട് കാണുന്ന കറുത്താണ് കേട്ടോ. പിന്നെ കരിമീനുണ്ട്, രോഹു, കട്ല, കെട്ടില്, അതൊക്കെയാണുള്ളത്. എടുക്കാട്ടോ. ഇതാണ് നമ്മുടെ ഇസും ഫീഡ് ചെയ്യാൻ പോകണം കേട്ടോ. മീന് ഒരുപാട് വലിയ മീനുകളുണ്ട് ഇതിനകത്ത് കണ്ടോ. ഇട്ടോട്ടാ കണ്ടാ. അത് കഴിക്കണ്ട. ഇല്ല വേണ്ട ഇട്ടോ. നമ്മുടെ മീനൂട്ട് മുകളിലും കയറാവുന്നതാണ് കേട്ടോ. സൺബാത്ത് ഏരിയ അല്ലേ. ഈ കാണുന്ന നാടൻ വള്ള ഏരിയ ആണ്. വള്ളത്തേലും കയറാവുന്നതാണ്. ടിക്കറ്റ് ഉൾപ്പെട്ടതാണ് കേട്ടോ. ഇത് സൺബാത്ത് ഏരിയ ആണ് കാണുന്നത്. നമുക്ക് മുകളിൽ കയറാവുന്നതാണ്. ഇത് മീനുകൾക്ക് ഓക്സിജൻ കിട്ടാൻ വേണ്ടി ഒരു പൽച്ചക്ര മോട്ടറിൽ കറങ്ങുന്ന സ്പീഡില്. കൊള്ളാം. ഇതാണ് നീലക്കൊടിവേലി. അനേകം മിത്തുകൾ അടങ്ങിയ ഔഷധ സസ്യമാണ്. ഇതിന്റെ വേരിനാണ് പ്രാധാന്യം. കൂടുതലായിട്ട് ഉപ്പൻ കേട്ടിട്ടില്ല. അമ്മച്ചിപ്ലാവ്, മാർത്താണ്ഡവർമ്മ. എന്താ അതിന്റെ ചരിത്രം?
ഇത് മാർത്താണ്ഡവ മഹാരാജാവ് യുദ്ധകാലത്ത് പ്രാണരക്ഷാർത്ഥ പ്ലാവിന്റെ പൊത്തിലാണ് ഒളിച്ചിരുന്നത്. അത് പിന്നീട് അമ്മച്ചി പ്ലാവ് എന്ന് അറിയപ്പെടും. നമ്മളിപ്പോ നിൽക്കുന്നത് സലീം അലി റോഡിലാണ്. സലീം അലി റോഡ്. ഓക്കെ ഓക്കെ. ഇദ്ദേഹം ഒരു പക്ഷി നിരീക്ഷകനാണ്. ഈ റോഡ് ചെന്ന് നിൽക്കുന്നത് ബേർഡ് സാഞ്ചുറിയിലേക്കാണ് കേട്ടോ. ബേർഡ് സാഞ്ചുറിയിലേക്കാണ്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് റോഡിന്. 30 ഏക്കറാണ് ഈ ടോട്ടൽ പാർക്ക് വരുന്നത് അല്ലേ? ഇത് എണ്ണപ്പനിയാണ് ഈ കാണുന്നത്. പാം ഓയിലൊക്കെ ഉണ്ടാക്കുന്ന എണ്ണപ്പനി കേട്ടോ. കടുവ പിടിക്കുന്ന ഒരു മരമാണ്. ഇത് മൃഗങ്ങളുടെ ശല്യം ഇല്ലാതിരിക്കാൻ അല്ലേ? ഇത് വെച്ച് പിടിപ്പിച്ചാൽ മറ്റു മൃഗങ്ങളൊന്നും അടുത്തേക്ക് വരില്ലെന്ന് പറഞ്ഞു. മൃഗങ്ങൾ എന്ന് പറയുമ്പോൾ കാട്ടുമൃഗങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. വന്യമൃഗങ്ങൾക്കൊക്കെ. ഓക്കെ ഓക്കെ. ബൗണ്ടറി ആയിട്ട് അതിർത്തിയിൽ വെച്ച് പിടിപ്പിക്കുന്ന ഒരു മരമാണ് ഈ കടുവ പിടിക്കുന്നത് പറയുന്നത്. നമ്മുടെ പെഡൽ ബോട്ട് ഏരിയയാണ്. നമുക്ക് നമ്മുടെ പാക്കേജിൽ ഉൾപ്പെട്ടതാണ് കേട്ടോ. നമുക്കിവിടെ വരാം. രാജഭരണകാലത്ത് പുരുഷന്മാര് ലൈംഗിക ഉത്തേജന മരുന്നായിട്ട് ഇതിന്റെ കായും പൂവാണ് ഉപയോഗിച്ചത്. ശ്രീവേഷനുണ്ട്, പോകുമ്പോ കാണാം. ഇവിടെ ഒരു പുരുഷനും സ്ത്രീയും കൂടി ചേർന്ന് നിൽക്കുന്ന ഒരു വൃക്ഷത്തിന്റെ മാതൃകയാണ്. അത് നല്ല ഭംഗിയായിട്ടുണ്ട്, നല്ല രസമായിട്ടുണ്ട്. ഇവിടെ ഒരു ഫോട്ടോ സ്പോട്ട് കൂടിയാണ്. നമുക്ക് ഇവിടുന്ന് ഫോട്ടോ എടുക്കാം. ഇത് നമുക്ക് വിശദമായിട്ട് കാണാം. ഇത് ഹണിമൂൺ കപ്പിളിനുള്ള ഒരു കോട്ടേജാണ്. 2 പേർക്ക് മാത്രമേ ഇവിടെ താമസിക്കാൻ പറ്റുള്ളൂ. കുട്ടികൾക്കൊന്നും ഇവിടെ പ്രവേശനമില്ല. 2 അഡൽട്ടിനോട് താമസിക്കാം. ആ തരത്തിലാണ് ഈ ട്രീ ഹൗസ് ക്രമീകരിച്ചിരിക്കുന്നത്. ഇത് നല്ല അടിപൊളിയായിട്ട് കേട്ടോ. ഇവിടെ ഇത് ഈ ചേട്ടൻ നമ്മൾ പറയുന്ന പാട്ടുകൾ, നമുക്ക് ഇഷ്ടപ്പെട്ടത് പാട്ടുകൾ പറഞ്ഞാൽ അദ്ദേഹം ഫ്ലൂട്ടിൽ വായിക്കും. അങ്ങനെയുള്ളൊരു സെറ്റപ്പാണല്ലോ. ഇതും കൊള്ളാം, നല്ല രസമായിരുന്നു കേട്ടോ. ഇവിടെ ആലുവയുള്ളൊരു ചേട്ടനെ പരിചയപ്പെട്ടു കേട്ടോ. ആലുവക്കാരൻ ചേട്ടനാണ്. അദ്ദേഹത്തിൻ്റെ ഫാമിലി ഉണ്ട്. അതുകൊണ്ട് ഇവിടെ അവരും ഇവിടെ എൻജോയ് ചെയ്യാൻ വന്നിട്ടുള്ളതാണ്. അപ്പോൾ അവരെയും കാണാൻ പറ്റും. നമുക്ക് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് അക്വേറിയാണ് കേട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ. അടുത്ത സ്ഥലത്തേക്ക് പോവാം. കേവ് കോട്ടേജ്. ഇത് ആർച്ചറിയാണ് കേട്ടോ. ഓക്കെ ഓക്കെ. അവിടെ കേറിയാണ് 9 മണി വരെ യൂസ് ചെയ്യാവുന്നതാണ്. അൺലിമിറ്റഡ് ആണ് കേട്ടോ. എത്ര വേണമെങ്കിലും ചെയ്യാം. ഞങ്ങൾ ഈ കാർട്ടിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണ്ട. കാർട്ടിൽ ഇങ്ങനെ ചവിട്ടി പോകാൻ സൗകര്യമുണ്ട്. ഈസുവിനെയും കൊണ്ട് ഈസുവിനെ ഫ്രണ്ടിൽ നിൽക്കണ്ട. ഒരു മിനിറ്റ്, മൊബൈൽ 2 കൂടി നടക്കും. ഇതാ ഈസു കാർട്ടിന് ഫ്രണ്ടിൽ ഇങ്ങനെ നിൽക്കുന്ന അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടാവുള്ളൂ കേട്ടോ. നല്ല രസമായിട്ട് അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരുപാട് പേര് ഇങ്ങനെ പലതരം കാർട്ടുകൾ ഉപയോഗിക്കുന്നതുണ്ടോ. ഇതിനെല്ലാം ഫ്രീ ആണ് കേട്ടോ. ഈ പാക്കേജിൽ ഉൾപ്പെട്ടാണ്. ഈസുവിന്റെ സ്വിമ്മിങ് ജാക്കറ്റ് നമ്മൾ ഏറെ കടിച്ച് റെഡിയാക്കി എടുത്തു. ഇനി നമ്മൾ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങും ഈസുമായിട്ട് വൈകിട്ട്. ഞങ്ങളൊന്ന് ഈസുമായിട്ടൊന്ന് പൂളിൽ കുളിക്കാനായിട്ട് ഇറങ്ങാൻ പോയിരുന്നു. അപ്പോൾ വൈകിട്ട് നേരം ഇപ്പോൾ അത്യാവശ്യം തിരക്കുകളൊക്കെ കുറഞ്ഞിട്ടുണ്ടാവുന്നതായിരിക്കണം. അപ്പോൾ നമുക്ക് പൂളിൽ പോയി കുളിക്കുന്ന കുളിസീൻ കാണാം നമുക്ക്. അങ്ങനെ പൂളിൽ പോയി ഫ്രഷ് ആയിട്ട് വന്ന് നമുക്ക് വൈകിട്ട് ഭക്ഷണം കഴിക്കാം. റെസ്റ്റോറൻറ്റിൽ വൈകിട്ട് ഭക്ഷണം ഉണ്ട്. നമുക്ക് നമ്മൾ വൈകിട്ട് ഭക്ഷണം ഓർഡർ ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് വൈകിട്ട് റെസ്റ്റോറൻറ്റിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് നമുക്ക് പറയാം. പൂളിൽ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് പറയാം. ഇവിടെ എന്ന് വെച്ചാൽ പ്രൈവറ്റ് പൂളുണ്ട്. പ്രൈവറ്റ് പൂളിൽ നമുക്ക് പബ്ലിക്കിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫെസിലിറ്റി ഉണ്ട്. രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള സമയങ്ങളിൽ 100 രൂപ കൊടുത്തു കഴിഞ്ഞാൽ പബ്ലിക്കിന് ഇവിടെ വന്നിട്ട് പൂളൊക്കെ യൂസ് ചെയ്യാം. ഇത് കഴിഞ്ഞ് ഇവിടെ സ്റ്റേ ചെയ്യുന്നവർക്ക്, റൂമിൽ സ്റ്റേ ചെയ്യുന്നവർക്ക് ഇതെല്ലാം പാക്കേജിൽ ഇൻക്ലൂഡഡ് ആണ്. അഡീഷൻ ചാർജസ് ഒന്നുമില്ല പൂളൊക്കെ യൂസ് ചെയ്യാനായിട്ട്. നമുക്ക് 5 മണി തൊട്ട് 6 മണി വരെ ഇവിടെ പൂള് ക്ലീൻ ചെയ്യുന്ന ടൈമായിരിക്കും. അതിനുശേഷം വീണ്ടും 9 മണി വരെ നമുക്ക് യൂസ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഇപ്പോൾ സമയം 6:45 മണിയായി. ഇപ്പോൾ നമ്മളൊന്ന് ഫ്രഷ് ആവാമെന്ന് വെച്ചിട്ട് ഇറങ്ങിയാണ്. വൈകുന്നേരത്തെ ഒരു വൈബ് കണ്ടോ. അന്തരീക്ഷമൊക്കെ ഒരു സൺസെറ്റിൻ്റെതായിട്ടുള്ള ഒരു സ്കൈയും. ഇവിടെ ഷവർ ചെയ്തിട്ട് വേണം പൂളിൽ ഇറങ്ങാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ഒന്ന് സ്വിമ്മിംഗ് പൂളിലേക്ക് ഒന്ന് ഇറങ്ങി കുളിച്ച് ഫ്രഷായി. ഇനിയിപ്പോൾ നമ്മൾ വൈകുന്നേരത്തെ ഡിന്നർ കഴിക്കാൻ വേണ്ടി പോവുകയാണ്. ഇപ്പോൾ വൈകുന്നേരത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നേക്കാം, സപ്പറ്. അപ്പോൾ നമുക്ക് സപ്പർ എന്തൊക്കെയാണ് ഐറ്റം നമ്മൾ ഓർഡർ ചെയ്ത ഐറ്റമൊക്കെ അങ്ങോട്ട് നോക്കാം. ഓക്കെ, ഓക്കെ. ഞങ്ങൾ പറഞ്ഞിരിക്കുന്ന ഫുഡ് ഇന്ന് ഇപ്പോൾ ഡക്ക് റോസ്റ്റും താറാവ് റോസ്റ്റും പിന്നെ വെജ് ഫ്രൈഡ് റൈസും ചപ്പാത്തി പിന്നെ മഷ്റൂം മസാല അല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഫുഡ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഫുഡ് എങ്ങനെ നോക്കാം കഴിച്ചതിന് ശേഷം.
ഞങ്ങളതിന് ഫുഡൊക്കെ കഴിച്ചു വന്നു. ഫുഡ് ഇന്ന് വൈകിട്ട് കഴിച്ച ഫുഡ് നല്ല ഫുഡായിരുന്നു അല്ലേ? ഫ്രൈഡ് റൈസ്, വെജ് ഫ്രൈഡ് റൈസ് നല്ലായിരുന്നു. അതുപോലെ താറാവ് റോസ്റ്റ് നല്ല സോഫ്റ്റ് ആയിരുന്നു, നല്ല ഡിഷായിരുന്നു കേട്ടോ, കുഴപ്പമില്ലായിരുന്നു. ചപ്പാത്തി അത്ര പോരായിരുന്നു അല്ലേ? റെഡിമെയ്ഡ് വാങ്ങുന്ന ചപ്പാത്തി ഇല്ലേ, ആ അത് അവര് ചൂടാക്കി തന്നപ്പോ നമുക്ക് ആ ടേസ്റ്റ് എനിക്ക് ഇഷ്ടമല്ല. റെഡിമെയ്ഡ് ചപ്പാത്തി അന്നത്തെ ചപ്പാത്തിയാണ് പറഞ്ഞിരുന്നത്, മഷ്റൂം മസാല അത്ര അങ്ങോട്ട് ടേസ്റ്റ് ആയില്ല. ഭയങ്കര ഉപ്പായിരുന്നു. ഇത് പക്ഷെ ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ എല്ലാത്തിനും. ക്വാണ്ടിറ്റി ഒക്കെ ഓക്കെ, പക്ഷെ ടേസ്റ്റ് താറാവ് റോസ്റ്റ് ഒക്കെ നല്ല ടേസ്റ്റ് ആയിരുന്നു, കുഴപ്പമില്ല. വെജ് ഫ്രൈഡ് റൈസും ഓക്കെ ആയിരുന്നു. ഉച്ചയ്ക്കുള്ള ചോറ് വലിയ സുഖമില്ലായിരുന്നു കേട്ടോ. ഇന്ന് ഇവിടുന്ന് കഴിച്ചിട്ടുള്ള ഉച്ചയ്ക്ക് ഭക്ഷണം അത്ര സുഖമില്ലായിരുന്നു. ഇന്നിപ്പോ നമ്മള് സ്വിമ്മിംഗ് പൂളിലൊക്കെ ഇറങ്ങി കുറച്ച് കുളിച്ച് ഫ്രഷ് ആയിട്ടൊക്കെ വന്നുകൊണ്ടാണെന്ന് തോന്നുന്നു മൂക്കൊക്കെ അടഞ്ഞു. ചെറിയ കോൾഡല്ല, മൂക്കടഞ്ഞു, നേസൽ ബ്ലോക്കായി, പിന്നെ തലയ്ക്കൊക്കെ ഒരു ഹെവിനെസ് ആയി. അങ്ങനെ ഇരിക്കണം. ഇനി നാളെ ഒന്ന് ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴേക്കും ശരിയാവുന്നതായിരിക്കും, സൗണ്ടൊക്കെ മാറിയിരിക്കുക. നാളെ രാവിലെ നമ്മുടെ കുറച്ച് ആക്ടിവിറ്റീസും കൂടെ നമുക്ക് പ്രധാനമായിട്ട് ചെയ്യാനുണ്ട്. ഷിക്കാരി ബോട്ട് ഉണ്ട്, അതുപോലെ തന്നെ കുറച്ച് എന്താ പറയാ, പിന്നെന്തൊക്കെ ചെയ്യാനുള്ളത്, പോട്ട് മേക്കിംഗ് ഉണ്ട് കേട്ടോ, കലം നിർമ്മാണം ഉണ്ട്. അത് നമുക്ക് ഉണ്ടാക്കി കയറ് പിരിക്കൽ, നമുക്ക് കയറ് പിരിക്കാം. അവരോടൊപ്പം ചേർന്ന് കയറ് പിരിക്കൽ കാണിച്ചു തരും. നമുക്ക് കയറ് പിരിച്ചത് നമുക്ക് കൊണ്ടുവരാന്ന് തോന്നുന്നു നമ്മൾ പിരിക്കുന്നത്. ഓക്കെ. അപ്പൊ ഇത്തരം ആക്ടിവിറ്റീസ് ഒക്കെ പെയ്ഡ് ആണ് കേട്ടോ. 100 രൂപയാണ് ഷിക്കാരി വള്ളത്തിൽ കയറി പോകുന്നതിന് 100 രൂപയാണ്. അരമണിക്കൂർ റൈഡ് ഉണ്ട്. അത് നല്ല രസമായിട്ടാണ് എനിക്ക് തോന്നിയത്. നമുക്ക് നാളെ പോകുമ്പോൾ അറിയാം. പിന്നെ അതുപോലെ ഈ പോട്ട് മേക്കർ, കലം ഉണ്ടാക്കുക, മൺകലം നമുക്ക് ഉണ്ടാക്കിയിട്ട് അതിന് 100 രൂപയാണ് എൻട്രി. അതുണ്ടാക്കിയിട്ട് നമുക്കത് ഉണ്ടാക്കുന്ന ആ പോട്ട് നമുക്ക് കൊണ്ടുവരാം, വീട്ടിലേക്ക് കൊണ്ടുപോകാം. അപ്പൊ അത്ര ആക്ടിവിറ്റീസ് ഒക്കെയാണ്. അപ്പൊ ഇന്നത്തെ പരിപാടികളേറെ കഴിഞ്ഞു. അപ്പോൾ ഞാൻ അല്പം റെസ്റ്റ് ചെയ്ത് ഉറങ്ങാമെന്ന് വിചാരിക്കണം. നമ്മളത് വർക്ക് ഫ്രം ഹോം ആയതുകൊണ്ട് കുറച്ച് വർക്ക് ചെയ്യാണ്ട് കമ്പ്യൂട്ടറൊക്കെ ആയിട്ടാണ് പോന്നേക്കണത്, ലാപ്ടോപ്പൊക്കെ ആയിട്ടാണ് പോന്നേക്കണം. അപ്പോൾ ആള് വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പം ഞാനൊന്ന് കുറച്ച് റെസ്റ്റ് ചെയ്യട്ടെ. ഈസു മഞ്ച് വേണം, കാഡ്ബറീസ് ചോക്ലേറ്റ് വേണം എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ചോക്ലേറ്റ് കഴിച്ച ആൾക്ക് ചെറിയ കോൾഡൊക്കെ കഴിഞ്ഞങ്ങനെ ഒന്ന് ചുമയൊക്കെ ഒന്നുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് റെഡി ആയിട്ട് വരുന്നുള്ളൂ. അപ്പൊ അത് കാരണം ലിമിറ്റ് ചെയ്തിട്ടൊക്കെയാണ് ചോക്ലേറ്റ് ഒക്കെ കൊടുക്കണത്. അപ്പൊ അങ്ങനെ ചെറിയ വഴക്കിട്ടൊക്കെ ഇഷ്യൂ നിൽക്കുകയാണ് അങ്ങനെ. അപ്പോൾ നമുക്ക് നാളെ രാവിലെ കാണാം. എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഓക്കെ.